അയോധ്യ ട്രസ്റ്റിന്റെ വാർത്താ സമ്മേളനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യോഗം ട്രസ്റ്റിന്റെ കഴിഞ്ഞിരിക്കുന്നു. उसके इरादे साफ नहीं है। राम भक्ति के नाम को लेकर के वो लोग आज हम लोगों को पाठ पढ़ाने का प्रयास कर रहे हैं। जिन लोगों ने कार सेवकों के ऊपर गोलियां चलाई, जिन लोगों ने स्वयं ये उच्चतम न्यायालय में लिख करके दिया कि राम हुए ही नहीं थे, राम सेतु बना ही नहीं है, इस प्रकार का सब कुछ राम भक्ति के विरोध में कार्य करने वाले लोगों के अंदर जो राम भक्ति का झूठा ज्वार दिखावे के लिए जगा हुआ है, वह साधारण नहीं असाधारण है। और वह असाधारण कुछ अन्य हेतुओं से है। और इसका मुख्य हेतु पूरे हिंदू समाज को ये ध्यान में लेना चाहिए। इसका मुख्य हेतु हम लोगों को बांटना है, राम भक्ति को दरार निर्माण करना है। और हम लोग ऐसा पुनः संकल्प करते हैं कि इस राम भक्ति को हम बरकरार रखेंगे, इस राम भक्ति को दृढ़ करेंगे और किसी भी प्रकार की फूट हमारे समाज में എന്താണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. നിലപാട് എന്താണെന്ന് അറിയാം. പി ബസന്ത് ചെയ്യുന്നുണ്ട്. ബസന്ത്, അനിൽ മിശ്ര, ചമ്പതറായി ഇവരൊക്കെ രാജി സ്വീകരിച്ച ശേഷം എന്താണ് SIT അന്വേഷണവുമായി ബന്ധപ്പെട്ടും പുതിയ ഭാരവാഹിയെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഇപ്പോൾ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന്റെ, അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന്റെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ കൃഷ്ണമോഹനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും രാജി അംഗീകരിച്ചിരിക്കുന്നു. കൃഷ്ണമോഹനെ പുതിയ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കൃഷ്ണമോഹൻ ട്രസ്റ്റ് അംഗമാണ്. കൃഷ്ണമോഹനാണ് SITക്ക് പരാതി നൽകിയത്. അതായത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രസ്റ്റിന്റെ ട്രഷററായ സ്വാമി ഗോവിന്ദ് ദേവഗിരിയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും പറഞ്ഞത് മോഷണം തന്നെയാണ്. ആര് നടത്തിയാലും അതിനെതിരെ നടപടി വേണ്ടതാണ്. ചമ്പത് റായും അനിൽ മിശ്രയും സ്വയം രാജിവെക്കുകയായിരുന്നു. ആ രാജി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ചമ്പത് റായുടെ സേവനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതായത് ഈ ക്ഷേത്ര അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, അതിനുശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം തന്നെ ചമ്പത് റായ് വലിയ പങ്കാണ് വഹിച്ചത്. ആ പങ്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ഇന്ററിം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇടക്കാല ജനറൽ സെക്രട്ടറി ആയിട്ട് കൃഷ്ണമോഹനെ തെരഞ്ഞെടുത്ത വിവരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ രാജി, അതായത് ചമ്പത് റായുടെയും അനിൽ മിശ്രയുടെയും രാജി ഒരു തരത്തിലും തടയാൻ സാധിക്കാത്ത ഒന്നാണ് എന്നാണ് ഇപ്പോൾ ദേവഗിരി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 22-ന് വീണ്ടും ട്രസ്റ്റിന്റെ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വരും. ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട, അതായത് ഇനി ക്ഷേത്രത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൃഷ്ണമോഹൻ സ്വീകരിക്കും. അദ്ദേഹമായിരിക്കും ഒരു പുതിയ ടീമിനെ കണ്ടെത്തുന്നതും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ദേവഗിരി പറഞ്ഞിരിക്കുന്നത്. ഈ മോഷണം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് ദേവഗിരിയുടെ നിലപാട്. ഏകദേശം 3 മണിക്കൂറോളം ഈ ട്രസ്റ്റിന്റെ യോഗം ചേർന്നിരുന്നു. അയോധ്യ കളക്ടറും യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ക്ഷേത്രം നിർമ്മിക്കാൻ ത്യാഗം സഹിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്ഷേത്രം ഇവിടെ ഉയർന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ലജ്ജാകരമായ ഒരു സാഹചര്യം. ഇങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇതിനിടയിലാണ് ചമ്പത് റായും അനിൽ മിശ്രയും സ്വയം രാജിവെച്ചൊഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ രാജി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചമ്പത് റായുടെ സേവനങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, ക്ഷേത്രത്തിലെ എല്ലാ സംഭാവനകളും സുരക്ഷിതമാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സ്വർണ്ണാഭരണങ്ങളും ആഭരണങ്ങളും മറ്റുമൊക്കെ സുരക്ഷിതമാണ് എന്നുള്ളൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സംഭാവനകൾ കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ പണം കൊള്ളയടിക്കപ്പെട്ടു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. മോഷണം തന്നെ എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ രാജി തടയാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളത് പറയുമ്പോൾ തീർച്ചയായും ചമ്പത് റായിലേക്കും അനിൽ മിശ്രയിലേക്കും തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ട്രസ്റ്റ്
നീക്കി വെച്ചിരിക്കുന്നത്. അവരുടെ പങ്കിനെ അംഗീകരിക്കുന്നു, പക്ഷേ ഇത്തരത്തിലൊരു സംഭവം തടയാൻ അവർക്കായില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ സ്വർണം അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. അതായത് സ്വർണത്തിൽ നിർമ്മിച്ച രാമചരിതമാനസം, അതോടൊപ്പം തന്നെ വെള്ളിക്കട്ടികൾ സിഡ്നി സമൂഹം സംഭാവന ചെയ്തത്, ഇവയെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ട്രസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കും. അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ പഠിക്കും, അതിനനുസരിച്ച് കൂടുതൽ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല ഇവിടെ വരുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കൊക്കെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കും, അവ പരസ്യപ്പെടുത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ ട്രഷറർ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ട്രസ്റ്റിന്റെ യോഗം പൂർത്തിയായിരിക്കുന്നു. ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവഗിരിയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇപ്പോൾ കൃഷ്ണമോഹൻ പുതിയ ജനറൽ സെക്രട്ടറി, ട്രസ്റ്റ് അംഗമാണ്. അപ്പോൾ SIT റിപ്പോർട്ടൊക്കെ പഠിക്കുമെന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് പറയുന്നത്. മോഷണം തന്നെ എന്നുകൂടി വിലയിരുത്തുകയാണ്.